എൻ്റെ പെണ്ണിൻ്റെ പിന്നാലെ പോലും ഞാനിങ്ങനെ പോയിട്ടില്ല. രേണുവിനെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച വിഷയം ലാലേട്ടൻ തന്നെ വന്ന് തീർപ്പാക്കിയിട്ടുണ്ട്. അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുന്നു, രേണുവിൻ്റെ കൺവിൻസ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, ലാലേട്ട ഞാൻ എൻ്റെ സ്വന്തം പെണ്ണിൻ്റെ പുറകെ പോലും ഇത്രയും പോയിട്ടില്ല, രേണുവിൻ്റെ പുറകെ ഞാൻ അത്രയും പോയി കൺവിൻസ് ചെയ്യാൻ നോക്കി, പാട്ട് പാടിക്കൊടുത്തു, ഞാൻ ഹേർട്ട് ഷേപ്പിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ലാലേട്ടൻ തന്നെ അക്ബർ രേണുവിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ വീഡിയോ ആയിട്ട് എല്ലാവർക്കുമായിട്ട് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും അധികം അക്ബർ നല്ല രീതിയിൽ തന്നെ എഫോർട്ട് ഇട്ടാണ് ഓരോ കാര്യങ്ങളും രേണുവിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തത്. പക്ഷേ ഇത്രയെല്ലാം ചെയ്തിട്ടും രേണു കൺവിൻസ് ആയില്ല, ക്ഷമിക്കാൻ തയ്യാറായുമില്ല കഴിഞ്ഞ ഒരാഴ്ചയിൽ. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ എല്ലാവരോടുമായിട്ട് ചോദിച്ചു, രേണുവിന് വേണമെങ്കിൽ ഒന്ന് ക്ഷമിക്കത്തില്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് രേണു പറയുന്നുണ്ട്, ലാലേട്ട ഈ വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, ഞാനിപ്പോൾ അക്ബറിൻ്റെ അടുത്ത് ക്ഷമിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ അക്ബറിനും അത് സന്തോഷമായി. അക്ബർ ഓടി ചെന്ന് രേണുവിന് കൈ കൊടുക്കുന്നു. അപ്പോൾ രേണു പറയുന്നുണ്ട്, ഇനി എന്നെ ഇങ്ങനെ ഒരിക്കലും പറയരുത് എന്ന് പറയുന്നു. അപ്പം അക്ബർ പറയുകയാണ്, ഞാൻ ഈ ജന്മത്തിനി ആരോടും ഇങ്ങനെ പറയില്ല എന്ന് രേണുവിനോടും എല്ലാവരോടുമായിട്ട് പറയുന്നു. അങ്ങനെ ലാലേട്ടൻ തന്നെ നേരിട്ട് വന്ന ആ ഒരു വിഷയം അങ്ങ് തീർപ്പാക്കിയിട്ടുണ്ട്.